സ്വാതന്ത്ര്യദിന ക്വിസ് പാർട്ട് 2 LP UP HS 1857 നടന്ന വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഝാൻസി റാണി. താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന വർഷം ഏതാണ്? ഉത്തരം 1859. 1857 വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് ഓടിപ്പോയ വിപ്ലവകാരി ആരാണ്? ഉത്തരം നാനാ സാഹിബ്. നാനാ സാഹിബിൻ്റെ സൈനിക ഉപദേഷ്ടാവ് ആരായിരുന്നു? ഉത്തരം താന്തിയ തോപ്പി. ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ കാരണമായത് ഏത് നിയമമാണ്? ഉത്തരം ദത്തവകാശ നിരോധന നിയമം. 1857 വിപ്ലവകാലത്ത് ഡൽഹിയിലെ രാജാവായി വിപ്ലവകാരികൾ തിരഞ്ഞെടുത്ത ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് എങ്ങോട്ടേക്കാണ്? ഉത്തരം റംഗൂൺ, ഇപ്പോഴത്തെ മ്യാൻമാർ. 1857 വിപ്ലവത്തിൻ്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി ആരാണ്? ഉത്തരം വിക്ടോറിയ രാജ്ഞി. 1857 വിപ്ലവത്തിൻ്റെ പ്രധാന ഫലം എന്തായിരുന്നു? ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു എന്നതായിരുന്നു. 1857 വിപ്ലവത്തെ തുടർന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ഭരണം നഷ്ടമാകാൻ കാരണമായ ആക്ട് ഏതാണ്? 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. നിരവധി ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റു മരിച്ച ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്? 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെയാണ്? അത് നടന്ന സ്ഥലം എവിടെയാണ്? ഉത്തരം പഞ്ചാബിലെ അമൃതസറിലാണ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയായിരുന്നു ജാലിയൻ വാലാബാഗിൽ ആളുകൾ കൂടിയതും അതിനെ തുടർന്ന് ഒരു കൂട്ടക്കൊലയ്ക്ക് കാരണമായതും. ഏതായിരുന്നു ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഈ നിയമം? ഉത്തരം റൗലറ്റ് ആക്ട്. എന്താണ് റൗലറ്റ് ആക്ട്? ആരെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകുന്ന നിയമമായിരുന്നു റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ഓഫീസർ ആരായിരുന്നെന്ന് ചോദിച്ചാൽ ഉത്തരം റെജിനാൾഡ് ഡയർ.